എല്ലാവർക്കും എയ്സാപ്പിലേക്ക് സ്വാഗതം. ഇപ്പോൾ PSC പരീക്ഷയുടെ 10th പ്രിലിമിനറി എക്സാമിനേഷൻ്റെ ഫേസ് 1ഉം ഫേസ് 2ഉം കഴിഞ്ഞിരിക്കുകയാണ്. ഫേസ് 1 15/5/2022 നടന്നു. ഫേസ് 2 28/5/2022 നടന്നു. ഇതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കമ്പാരിസൺ ആണ് നമ്മൾ നടത്തുന്നത്. ഫേസ് 1 വന്ന ചോദ്യങ്ങൾ ഏതൊക്കെയാണ്, ഫേസ് 2 വന്ന റിപ്പീറ്റ് ചെയ്ത ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്നാണ്. ഇതിൻ്റെ ഒരു പരമ്പര തന്നെ നമ്മൾ ചെയ്യുന്നുണ്ട്. നോക്കാം നമുക്ക് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളതെന്ന്. ഓക്കെ, ഇതിൽ ഒന്നാമത്തെ ചോദ്യം, മലബാറിൽ 1930 നടന്ന ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ പ്രധാന കേന്ദ്രം ഏത് എന്നാണ് ചോദ്യം ഉണ്ടായിരുന്നത്. ഇവിടെ നമുക്ക് കാണാം പയ്യന്നൂർ, മലപ്പുറം, ചെർപ്പളശ്ശേരി, ഒറ്റപ്പാലം എന്ന്. നമുക്കറിയാം ഇതിൻ്റെ ആൻസർ എ ആയിരുന്നു എന്ന്. എന്നാൽ ഫേസ് 2 ഇതേ ചോദ്യം വന്നത് നോക്കൂ. എങ്ങനെയാണ് വന്നിട്ടുള്ളത്? കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ പ്രധാനപ്പെട്ട കേന്ദ്രം ഏതായിരുന്നു? അതും നമ്മളെന്താണ്, പയ്യന്നൂർ എന്ന് തന്നെയാണ്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം ഫേസ് 1 ഒന്നാമത്തെ ചോദ്യവും ഫേസ് 2 56ാമത്തെ ചോദ്യമായിരുന്നു. അടുത്ത ചോദ്യം, രണ്ടാമത്തെ വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായി തിരുവനന്തപുരത്തേക്ക് സവർണയാത നയിച്ച നേതാവ്. അതായിരുന്നു ഫേസ് 1 ചോദ്യം. അതിൻ്റെ ഓപ്ഷൻ മന്നത്ത് പത്മനാഭൻ സി ആയിരുന്നു. എന്നാൽ രണ്ടാമത്തെ ഫേസ് 2 60ാമത്തെ ചോദ്യമായി വന്നു. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു പ്രധാന സംഭവമാണ് സവർണജാഥ. കണ്ടോ, ഓപ്ഷൻ ഡി ആണ് ഇതിൻ്റെ ആൻസറായി വന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് 2 ക്വസ്റ്റ്യൻ റിപ്പീറ്റായി ആവർത്തിച്ചു എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഇവിടെ ഫേസ് 1 7ാമത്തെ ചോദ്യമായിട്ട് കേരളത്തിലെ പ്രധാന മത്സ്യബന്ധന തുറമുഖമായ നീണ്ടകര ഏതു ജില്ലയിലായിരുന്നു എന്നതാണ്. മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട ചോദ്യമായിരുന്നു. അതിൻ്റെ ഓപ്ഷൻ ബി കൊല്ലമായിരുന്നു. എന്നാൽ ഫേസ് 2 അത് വന്നത് മത്സ്യബന്ധനം ഏറ്റവും കൂടുതലുള്ള ജില്ല എന്നതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതിലൊരു വലിയ കൺഫ്യൂഷൻ എറണാകുളവും ആലപ്പുഴയാണ് എന്നതായിരുന്നു. അപ്പോൾ എറണാകുളമാണ് ഇതിൻ്റെ ആൻസറായിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, റൈറ്റ്. ഇനി PSCയുടെ ആൻസർ കീ വന്നാലാണ് ഇതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ കിട്ടുക. എങ്കിലും നമ്മൾ എ ആണ് ഇതിൻ്റെ ആൻസറായിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അടുത്തത് 8ാമത്തെ ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഏത് എന്നായിരുന്നു. അതിൽ നമ്മൾ ഓപ്ഷൻ സി ഇരവിക്കുളം എന്നായിരുന്നു. ഇവിടെ ചോദിച്ചിട്ടുള്ളത് ദേശീയോദ്യാനം തന്നെയാണ്. അപ്പോൾ ഇവിടെ ഒരു ഓപ്ഷൻ എ സൈലന്റ് വാലി എന്ന ഓപ്ഷൻ പിന്നീടുള്ള രണ്ടാമത്തെ ഫേസ് 2 അത് ഉത്തരമായി വന്നു. സിംഹവാലൻ കുരങ്ങുകളുടെ ആവാസ വ്യവസ്ഥയായി നിലനിർത്തുന്നത്. കണ്ടോ, സൈലന്റ് വാലി. ഇവിടെ വന്നിരുന്ന ഒരു ഓപ്ഷൻ ഇവിടെ ആൻസറായി വന്നു. ഇവിടെ 8ാമത്തെ ചോദ്യമായിരുന്നു. ഇവിടെ 42ാമത്തെ ചോദ്യം ഫേസ് 2. ഇനി ഫേസ് 1 ഒരു ചോദ്യം നോക്കൂ. ഇവിടെ കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം. അതിവിടെ ചോദിച്ചിട്ടുള്ളത് അതിൻ്റെ ആൻസർ ശാസ്താംകോട്ടക്കായൽ എന്ന് തന്നെയാണ്. പക്ഷേ ഇവിടെ ഫേസ് 2 അത് 43ാമത്തെ ഒരു ചോദ്യം കേരളത്തിലെ ഏക എന്ന് പറഞ്ഞിട്ടൊരു ചോദ്യമാണ്. ഏറ്റവും വലുത് എന്ന് ചോദിച്ചത് ഏക എന്നാണ്. ഏകമല്ല, നമുക്കറിയാം പൂക്കോട്ട് തടാകവും വേളി കായലൊക്കെ ഉള്ള സ്ഥിതിക്ക് ഇവിടെ പൂക്കോട്ട് തടാകമൊക്കെ ശുദ്ധജല തടാകമാണ്. അപ്പോൾ ഏക ശുദ്ധജല തടാകം എന്നതിന് പകരം ഇവിടെ വലിയ ശുദ്ധജല തടാകം എന്നാണ് ഫേസ് 1 ചോദിച്ചിരുന്നത്. എന്നാൽ ഫേസ് 2 അത് ഏക ശുദ്ധജല തടാകം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതിൻ്റെ ഓപ്ഷൻ ബി ആൻസർ ആയിട്ടുള്ളത് ശാസ്താംകോട്ടക്കായൽ എന്നാണ്. ഓക്കെ, റൈറ്റ്. ദെൻ അടുത്ത ചോദ്യത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ ഇരുമ്പിൻ്റെ അയിരുകൾ ഏതെല്ലാം എന്നതായിരുന്നു. ഇവിടെ നമുക്ക് കൊടുത്തിട്ടുണ്ട് ഹേമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്, ഇതായിരുന്നു ആൻസർ. പക്ഷേ ഇവിടെ സിങ്ക് ബ്ലെൻഡ് എന്ന് പറയുന്ന ഒരു ചോദ്യം ഓപ്ഷൻ ഉണ്ടായിരുന്നു, സി. അതായിരുന്നു അടുത്ത ഫേസ് 2 ചോദ്യം. സിങ്ക് ബ്ലെൻഡിൻ്റെ സാന്ദ്രണത്തിന് ഉപയോഗിക്കുന്ന മാർഗം ഏതെന്നാണ്. ഇതിൻ്റെ ആൻസറായി വന്നത് പ്ലവന പ്രക്രിയ എന്നതായിരുന്നു. ഓക്കെ, ദെൻ അടുത്ത ചോദ്യമായിട്ട് വന്നത് നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് സിങ്കുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം ഏത്. അത് ഹൈഡ്രജൻ ആണ്. അപ്പോൾ ഇവിടെ ഹൈഡ്രജൻ എന്ന ചോദ്യം ഉത്തരമായി വന്നിരുന്നു. ആ ഹൈഡ്രജനിൽ നിന്നാണ് അടുത്ത ചോദ്യം ഉണ്ടായിട്ടുള്ളത്. 74 ഡ്യൂട്ടീരിയത്തിലുള്ള ന്യൂട്രോണുകളുടെ എണ്ണം എത്ര എന്നതാണ്. നമുക്കറിയാം പ്രോട്ടിയം, ദെൻ ഡ്യൂട്ടീരിയം, ദെൻ ട്രിഷ്യം, ഇങ്ങനെ 3 ഐസോട്ടോപ്പുകളാണ് ഹൈഡ്രജൻ ഉള്ളത്. അതിൽ പ്രോട്ടിയത്തിൻ്റെ ന്യൂട്രോണുകളുടെ എണ്ണം എത്രയാണ്? 0 ആണ്. ഡ്യൂട്ടീരിയത്തിൻ്റെ എത്രയാണ്? 1 ആണ്. ദെൻ ട്രിഷ്യത്തിൻ്റെ എത്രയാണ്? 2 ആണ്. ഈ ഹൈഡ്രജൻ എന്ന ഒരു മൂലകത്തിൻ്റെ ഐസോട്ടോപ്പുകളാണ് ഈ പറയുന്നതെല്ലാം. അത് ചോദ്യമായിട്ട് വന്നിരിക്കുകയാണ് അടുത്ത ഫേസ് 2 ചോദ്യം. ഡ്യൂട്ടീരിയത്തിലുള്ള ന്യൂട്രോണുകളുടെ എണ്ണം. അപ്പോൾ ഓപ്ഷൻ ബി 1 ആണത്. ഇതാ, പ്രോട്ടിയത്തിൽ 0, ഡ്യൂട്ടീരിയത്തിൽ 1, ട്രിഷ്യത്തിൽ 2. അതാണ് ആ ചോദ്യവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അടുത്തത് 16ാമത്തെ ചോദ്യം, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി എന്നതായിരുന്നു 16ാമത്തെ ഫേസ് 1 16ാമത്തെ ചോദ്യം. അത് കരൾ എന്നായിരുന്നു. അതേ ചോദ്യത്തിലെ ഒരു ഓപ്ഷനായിരുന്നു വൃക്ക. അതായിരുന്നു ഫേസ് 2 61ാമത്തെ ചോദ്യമായി വന്നത്. താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് മനുഷ്യനിലെ പ്രധാന വിസർജനാവയവം എന്ന്. അത് നമുക്ക് ഓപ്ഷൻ എ വൃക്കകളായി കൊടുക്കാം. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 18ാമത്തെ ചോദ്യം ഫേസ് 1 18ാമത്തെ ചോദ്യം, രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ ഏത് എന്നതായിരുന്നു. നമുക്കറിയാം വിറ്റാമിൻ കെ ആണ്. എന്നാൽ ആ വിറ്റാമിനെ പറ്റി ഉള്ള ഒരു ചോദ്യം തന്നെയായിരുന്നു 63. ഇവിടെ ചോദിച്ചത് റിക്കറ്റ്സ് എന്ന രോഗത്തിന് കാരണം ഏതെന്നാണ്.
അത് ഡി ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് ടോപ്പിക്കുകൾ, അതായത് സിലബസുകൾ കറക്റ്റായിട്ട് തന്നിട്ടുണ്ട്. ആ സിലബസുകൾ തന്നെയാണ് കറക്റ്റായിട്ട് PSCയും ഫോളോ ചെയ്തിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇനി വരുന്ന എക്സാംസുകളിലെല്ലാം നിങ്ങൾ സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് തന്നെയാണ് ചെയ്തു പോകേണ്ടത്. നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. കേരള സർക്കാരിൻ്റെ സമ്പൂർണ്ണ അവയവദാന പദ്ധതി, കേരള സർക്കാരിൻ്റെ ആരോഗ്യ ക്ഷേമ പ്രവർത്തന സാമൂഹ്യ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഇത് ഓപ്ഷൻ ഡി മൃതസഞ്ജീവനി ആയിരുന്നു. അതുപോലെ തന്നെ ഒരു ചോദ്യം സ്ഥിരം ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു സിമ്പിൾ ചോദ്യമായിരുന്നു. സർക്കാർ ആശുപത്രികളുടെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തി അവയെ ജനസൗഹൃദമാക്കുന്ന നവകേരള ദൗത്യത്തിന്റെ ഭാഗമായ പദ്ധതി, അത് ആർദ്രമായിരുന്നു. ഇത് ഫേസ് 2 ചോദ്യമായിരുന്നു. രണ്ടും കേരള സർക്കാരിൻ്റെതായിരുന്നു. ഓക്കെ, ഇത് 20ാമത്തെ ചോദ്യം, ഇത് 65ാമത്തെ ചോദ്യമായിട്ടാണ് വന്നത്. അടുത്ത ചോദ്യം, ഫേസ് 1 നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ പട്ടേലിനും നെഹ്റുവിനുമൊപ്പം പ്രധാന പങ്ക് വഹിച്ച മലയാളി എന്ന ചോദ്യമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അത് VP മേനോനായിരുന്നു. ഓക്കെ, എന്നാൽ ഇതുപോലെ ചോദിച്ചിരുന്ന ഒരു ചോദ്യമാണ് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ ചെയർമാൻ. നമ്മൾ നാട്ടുരാജ്യങ്ങളുടെ സംയോജന ഫലമായി പട്ടേലിനും നെഹ്റുവിനൊപ്പം ഉണ്ടായിരുന്ന VP മേനോന്റെ, അതുപോലെ സംസ്ഥാന പുനഃസംഘടന, ഇങ്ങനെ ഒരു പുനഃസംഘടനാ കമ്മീഷൻ വേണമെന്നും അങ്ങനെ അതിൻ്റെ കമ്മീഷൻ ചെയർമാനായിട്ട് ഫസൽ അലി. കണ്ടോ, ഏകദേശം നാട്ടുരാജ്യങ്ങളുടെ സംയോജനവും സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനൊക്കെ ഏകദേശം ഒരേ ഏരിയയിൽ നിന്ന് വന്ന ചോദ്യങ്ങളാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് മാരക രോഗങ്ങൾക്കായി സൗജന്യ ചികിത്സ നൽകുന്ന കേരള സർക്കാർ പദ്ധതി, വീണ്ടും ഒരു കേരള സർക്കാർ പദ്ധതിയായിരുന്നു. അത് ഡി താലോലമായിരുന്നു. എന്നാൽ അതേ ചോദ്യം 8നും 18നും, കണ്ടോ വളരെ സിമിലാരിറ്റി ഉണ്ട്. 18 വയസ്സിന് താഴെ 18നും 8നും 18നും ഇടയിലുള്ള കുട്ടികൾക്ക് നീന്തൽ പരിശീലനമാണ്. അത് സ്പ്ലാഷ് ആയിരുന്നു. അപ്പോൾ വളരെ സിമിലർ ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത് ഫേസ് 1ലും ഫേസ് 2ലും. അടുത്തത് ഫേസ് 1ലെ ചോദ്യം 19ാമത്തെ, പുകവലി മൂലം ശ്വാസകോശത്തിനുണ്ടാകുന്ന രോഗം ഏത് എന്നതായിരുന്നു. ടെക്സ്റ്റ് ബുക്ക് അതുപോലെ ചോദിച്ച ചോദ്യമാണ് ഇതെല്ലാം. എംഫിസിമയായിരുന്നു. ഇവിടെ ശ്വാസകോശം ചോദിച്ച സമയത്ത് അതുതന്നെയായിരുന്നു ഫേസ് 2ലെ ചോദ്യവും ശ്വാസകോശവുമായി ബന്ധപ്പെട്ടായിരുന്നു. പക്ഷേ കുറച്ചും കൂടെ ഡീപ്പായിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു എന്ന് മാത്രം. എന്തായിരുന്നു ചോദ്യം? ശ്വസന പ്രവർത്തനങ്ങളിൽ നിശ്വാസ സമയത്ത് നടക്കുന്ന പ്രക്രിയകളിൽ ശരി ഏതെന്ന് എന്നാണ് ചോദ്യം. ഇതിനെ ഞാൻ പറഞ്ഞു തരണമെങ്കിൽ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ചോദ്യമാണ് ഇത്. കണ്ടോ, ടെക്സ്റ്റ് ബുക്കിൽ ഒരു ചിത്രം കാണാം. നോക്കൂ, നമ്മൾ ശ്വസിക്കുമ്പോൾ കാണുന്ന കാര്യങ്ങളാണ്. ഡയഫ്രം പൂർവ്വസ്ഥിതി പ്രാപിക്കുന്നു എന്നൊരു, ഇവിടെ നോക്കൂ, ഔരസാശയ വ്യാപ്തം കുറയുന്നു. കണ്ടോ, ഔരസാശയ വ്യാപ്തം കുറയുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഇവിടെ ഔരസാശയ മർദ്ദം അന്തരീക്ഷ മർദ്ദത്തേക്കാൾ കൂടുന്നു എന്നും പറയുന്നു. കണ്ടോ, അന്തരീക്ഷ മർദ്ദം കൂടുന്നു എന്ന് പറയുന്നു. ഓക്കെ, ഔരസാശയ വ്യാപ്തം കുറയുന്നു. കണ്ടോ, നിശ്വാസ സമയത്ത് സംഭവിക്കുന്നതാണ്. ഔരസാശയ മർദ്ദം അന്തരീക്ഷ മർദ്ദത്തേക്കാൾ കൂടുന്നു എന്നാണ് പറയുന്നത്. വായു പുറന്തള്ളുന്നു, ഇതാണ് നിശ്വാസം. ഇതന്നെയായിരുന്നു അതിലും ചോദിച്ച ചോദ്യം. എന്താണ്? ശ്വാസകോശങ്ങളിൽ നിന്ന് വായു പുറന്തള്ളപ്പെടുന്നു നിശ്വാസ സമയത്ത്. കണ്ടോ, നിശ്വാസ സമയത്ത്, കണ്ടോ, നിശ്വാസ സമയത്ത് പുറന്തള്ളുന്നു. ദെൻ ഔരസാശയത്തിലെ വായുമർദ്ദം കൂടുന്നു. കണ്ടോ, ഇവിടെ പറയുന്നുണ്ട് ഔരസാശയത്തിലെ വ്യാപ്തം കുറയുന്നു. കണ്ടോ, യെസ്, ഇതായിരുന്നു ചോദ്യം. ഇത് 1ഉം 2ഉമാണ് ആൻസറായി വന്നിട്ടുള്ളത്. അതുകൊണ്ട് സി ആണ് ആൻസർ. അപ്പോൾ പ്രത്യേകം പഠിക്കേണ്ട വിഭാഗങ്ങളാണ് ഇതെല്ലാം. 10th ചാപ്റ്ററും 9th ചാപ്റ്ററും SCERT ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളാണ് മുഴുവനും കണ്ടിട്ടുള്ളത്. പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മുടെ കുട്ടികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം കോൺഗ്രസിൻ്റെ INC സമ്മേളനവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. ഇവിടെ കോൺഗ്രസിൻ്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് 1929 ലാഹോർ സമ്മേളനമാണ് ഇതിൻ്റെ ആൻസറായി വന്നിട്ടുള്ളത്. എന്നാൽ ഫേസ് 2ലെ ചോദ്യം എന്തായിരുന്നു? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സ്ഥാനം അലങ്കരിച്ച ഏക മലയാളി ആര് എന്നായിരുന്നു. അപ്പോൾ ഇവിടെ ഒരു ചോദ്യം INCയുമായി ബന്ധപ്പെട്ട ടെക്സ്റ്റ് ബുക്കിൽ കണ്ട 2 ചോദ്യങ്ങളാണ് ഇതെല്ലാം. അപ്പോൾ ഇതിൻ്റെ ആൻസർ C ശങ്കരൻ നായരായിരുന്നു. ഇതിൻ്റെത് 1929. ഫേസ് 1ലെ ചോദ്യം ഫേസ് 2ലെ ചോദ്യവും സിമിലർ ആവുന്നു, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഓക്കെ, വേറൊരു ചോദ്യം, പ്രസിദ്ധമായ വന്ദേ മാതരം എന്ന ഗാനം അടങ്ങിയിട്ടുള്ള ആനന്ദമഠം എന്ന നോവൽ എഴുതിയതാര്? ചോദിച്ചു നോക്കൂ. വന്ദേ മാതരം കണക്ട് ചെയ്തിട്ടുള്ള ചോദ്യമാണ്. നമുക്കറിയാം ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. എന്നാൽ ഫേസ് 2ൽ ചോദിച്ചു നോക്കൂ, ഇന്ത്യയുടെ ദേശീയ ഗീതം. നോക്കൂ, വന്ദേ മാതരം എന്ന ഗാനം ദേശീയ ഗീതം തന്നെയാണ്. ഉത്തരം ബങ്കിം ചന്ദ്ര ചാറ്റർജി എന്ന് തന്നെയാണ്. കണ്ടോ, നമ്മൾ പഠിച്ചു പോകേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക് തന്നെയാണ് ദേശീയ ഗീതവും ദേശീയ ഗാനവും ദേശീയ മത്സ്യം ദേശീയ പക്ഷി, ഇതെല്ലാം നമുക്ക് പഠിക്കേണ്ടതുണ്ട്, ദേശീയ ചിഹ്നങ്ങളെല്ലാം. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. തെങ്ങിൻ്റെ സങ്കരയിനം അല്ലാത്തത് ഏത് എന്നാണ് ചോദിക്കുന്നത്. തെങ്ങിൻ്റെ സങ്കരയിനം അല്ലാത്തത് ഫേസ് 1ൽ ചോദിച്ച ചോദ്യമാണ് ഇത്. എന്നാൽ ഫേസ് 2ൽ ചോദിച്ചു നോക്കൂ, കേരളത്തിലെ മണ്ണുത്തിയിൽ വികസിപ്പിച്ചെടുത്ത മികച്ച പാവൽ വിത്തനം ഏത് എന്നാണ്. ഇതിന് ആൻസർ തെങ്ങിൻ്റെ സങ്കരയിനം അല്ലാത്തത് ഏത്. ഇതും ടെക്സ്റ്റ് ബുക്ക് ഓറിയൻറ്റഡ് ആണ്. നോക്കൂ, ഇവിടെ ഞാനത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ചന്ദ്രലക്ഷ, ചന്ദ്രശങ്കര, ലക്ഷഗംഗ. ഇവിടെ ലക്ഷദ്വീപ് ഓർഡിനറി, ചാവക്കാട് ഓറഞ്ച് എന്ന് പറയുന്ന 2 തെങ്ങ് ഇനങ്ങളിൽ നിന്ന്
വർഗസംകരണം നടത്തിയിട്ടാണ് എന്ത് വന്നിട്ടുള്ളത്, ചന്ദ്രലക്ഷ എന്ന് പറയുന്നത്. ചന്ദ്രശങ്കര, ചന്ദ്രലക്ഷഗംഗ എന്നതൊക്കെ. ഇവിടെ ചന്ദ്രശങ്കര എന്ന് പറയുന്നത് ചാവക്കാട് ഓറഞ്ചും വെസ്റ്റ് കോസ്റ്റ് ടോളും തമ്മിൽ കൂട്ടി വർഗസംകരണം നടത്തിയതാണ്. അപ്പോൾ ഓർത്തിരിക്കുക, ഇതുപോലെയുള്ള ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. ഇതേ ചോദ്യം തന്നെയാണ് അടുത്തതിലും വന്നിട്ടുള്ളത്. നോക്കൂ, മണ്ണുത്തി ഉൽപാദനത്തിൽ പുതിയ കുതിപ്പുമായി പാവലിനം പ്രിയങ്ക. കണ്ട, ടെക്സ്റ്റ് ബുക്കിൽ അതുപോലെ തന്നെയാണ്, ഞാനിത് ടെക്സ്റ്റ് ബുക്കിലാണ് കോപ്പി ചെയ്തിട്ടുള്ളത്. നോക്കൂ, പ്രിയങ്ക, പാവയ്ക്ക. ഇതായിരുന്നു നമ്മുടെ 2 ചോദ്യവും. തെങ്ങിൻ്റെ സങ്കരയിനം അല്ലാത്തത് ഇത് കണ്ടോ, ചന്ദ്രലക്ഷം നമ്മൾ കണ്ടു, ലക്ഷകം കണ്ടു, ചന്ദ്രശങ്കര കണ്ടു. ഇതിൽ വരാത്തത് ഏതായിരുന്നു, അക്ഷയയാണ്. അടുത്തത്, കേരളത്തിലെ മണ്ണുത്തിൽ വികസിപ്പിച്ചെടുത്ത മികച്ച ഇതും നമ്മൾ കണ്ടു, പ്രിയങ്ക. കണ്ടോ, വളരെ സിമിലർ ആയിട്ടുള്ള ചോദ്യങ്ങളാണ് വന്നിട്ടുള്ളത്. അടുത്തത്, കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. ഇതിൽ തോട്ടവിള അല്ലേ, തോട്ടവിള ഗവേഷണ കേന്ദ്രമാണ്. ഓക്കെ, ഇവിടെ കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം കൂടെ ഉണ്ട്. അത് നമ്മൾ പറയുന്നുണ്ട്, കിഴങ്ങുവിളയുണ്ട്, തോട്ടവിളയുണ്ട്. ഓക്കെ, നോക്കൂ, കാസർഗോഡായിരുന്നു തോട്ടവിള. അതുപോലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസ് റിസർച്ച്, ഇത് എവിടുന്നാണ് ചോദ്യം വന്നിട്ടുള്ളത്, നോക്കൂ, ഇതാ ടെക്സ്റ്റ് ബുക്കിലെ നമ്മുടെ നാട്ടിലെ ചില കാർഷിക ഗവേഷണ സ്ഥാപനങ്ങൾ എന്ന് പറഞ്ഞിട്ട്. നോക്കൂ, കേരള കാർഷിക സർവകലാശാല മണ്ണുത്തി തൃശ്ശൂരാണ്. ദെൻ കിഴങ്ങുവിള, ഞാൻ പറഞ്ഞു കിഴങ്ങുവിളയുണ്ട്, അതുപോലെ തോട്ടവിളയുണ്ട്. ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഏതാണ്, കിഴങ്ങുവിള. ഇവിടെ നോക്കൂ, തോട്ടവിള. കണ്ട, കിഴങ്ങുവിള ശ്രീകാര്യം തിരുവനന്തപുരത്താണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് ISSR, ചോദ്യം ഇതായിരുന്നു, കോഴിക്കോട്. 2 വന്ന ഭാഗം കണ്ടോ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ. റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇത് പ്രതീക്ഷിക്കാം നമുക്ക്, കോട്ടയമാണ്. കണ്ടോ, കോട്ടയമാണ്. തോട്ടവിള ചോദിച്ചു കഴിഞ്ഞു, കാസർഗോഡ്. കണ്ടോ, അപ്പോൾ ഇങ്ങനെ ചോദിക്കുന്ന ചോദ്യങ്ങളാണ് നമുക്ക് കാണാൻ പറ്റിയിട്ടുള്ളത്. നോക്കൂ, കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം, അതിൽ നിന്നാണ് ആൻസർ, കാസർഗോഡ്. ദെൻ അടുത്ത ചോദ്യം, ഇന്ത്യൻ ഫേസ് 2 ചോദ്യമാണ് ഇത്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ്, കണ്ടോ, ഇത് ഫേസ് 2, ഇത് ഫേസ് 1. മുകളിൽ വരുന്ന എല്ലാം ഫേസ് 1ഉം രണ്ടാമത് വരുന്ന ഫേസ് 2 ആണ്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. നോക്കൂ, അടുത്ത ചോദ്യത്തിലേക്ക്, കേരളത്തിലെ അന്താരാഷ്ട്ര വൈറോളജി, ചോദ്യം ഇതായിരുന്നു, ഒരു നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ. നോക്കൂ, കേരളത്തിലെ അന്താരാഷ്ട്ര വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഏത് ജില്ലയിൽ നിന്നാണ്, നോക്കൂ, കേരള അന്താരാഷ്ട്രമാണ്. പല ആളുകളും ആലപ്പുഴ എഴുതും. ഇവിടെ അന്താരാഷ്ട്ര വൈറോളജി എന്ന് പറഞ്ഞിട്ടുണ്ട്. നാഷണൽ വൈറോളജി അല്ല, അന്താരാഷ്ട്രമാണ്, ഇന്റർനാഷണൽ ആണ്. അതുകൊണ്ട് അത് തിരുവനന്തപുരമാണ്. നാഷണൽ ചോദിക്കാൻ നമുക്ക് ആലപ്പുഴ എഴുതായിരുന്നു. പക്ഷെ ഇവിടെ അന്താരാഷ്ട്രം എന്നാണ് പറഞ്ഞിട്ടുള്ളത്, ഇന്റർനാഷണൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരു ഇന്റർനാഷണൽ വൈറോളജി. അതുപോലെ തന്നെ ആരോഗ്യ സർവകലാശാലയുടെ ആസ്ഥാനം കണ്ടോ, ഇത് വന്നത് എന്താണ്, കേരള ആരോഗ്യ സർവകലാശാലയുടെ തൃശ്ശൂർ. കണ്ടോ, ചോദ്യം ഇങ്ങനെയാണ്, സിമിലർ ആണ്. ഇത് ഫേസ് 1ഉം ഇത് ഫേസ് 2 ആണ്. ഓർത്തിരിക്കുക. വീണ്ടും അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. തെബാഗ സമരം നടന്നത് എവിടെയാണ്, അത് ഫേസ് 1ൽ ഒരു ചോദ്യമായിരുന്നു, ബംഗാൾ. അത് ഉത്തരമായിട്ട് വരുന്ന ഫേസ് 2ലെ 2ാമത്തെ ചോദ്യം, ഒരു 34ാമത്തെ ചോദ്യമായിരുന്നു. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നഴ്സറി എന്നറിയപ്പെടുന്നത് അത് ബംഗാളാണ്. കണ്ടോ, ഇവിടെ ബംഗാൾ എന്ന് പറയുന്ന 39ാമത്തെ ചോദ്യം, 34ാമത്തെ ചോദ്യം ഫേസ് 2ൽ വന്നത് ഏതാണ്, ബംഗാൾ ഉത്തരമായിട്ടുള്ള ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നഴ്സറി എന്ന് തന്നെയാണ്. ഞാൻ എന്തുകൊണ്ട് ഇത് കമ്പാരിസൺ ചെയ്യുന്നു എന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം ഇത്രത്തോളം ക്വസ്റ്റ്യൻസ്, ഏകദേശം 10-28ഓളം ക്വസ്റ്റ്യൻസ് ഒരേ ഭാഗത്തുനിന്ന് വന്നു എന്നതാണ്. നോക്കൂ, അടുത്ത ചോദ്യം, താഴെ പറയുന്നതിൽ ഇന്ത്യയുടെ ദേശീയ വൃക്ഷം, ഞാൻ പറഞ്ഞു ദേശീയ വൃക്ഷം പഠിക്കണം, ദേശീയ പക്ഷി പഠിക്കണം, ദേശീയ ഗാനം, ദേശീയ ഗീതം, ദേശീയം, അങ്ങനെ നമ്മളെ ടോപ്പിക്കിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും, ബേസിക് ആയിട്ടുള്ള ഐഡിയകളൊക്കെ നമ്മൾ പഠിച്ചു വെക്കണം. ഇവിടെ നോക്കൂ, താഴെ പറയുന്നതിൽ ഇന്ത്യയുടെ ദേശീയ വൃക്ഷം ഏതെന്നാണ്. നോക്കൂ, നമുക്ക് അരയാലാണ്, പക്ഷേ ഇവിടെ ഒരു പ്രശ്നം പേരാലാണ് നമുക്ക്, അല്ലേ, ഫൈക്കസ് ബംഗാളിക്കൻസ് എന്ന് പറയുന്ന സയൻറ്റിഫിക് നെയിമിലുള്ള പേരാലാണ് ശരിക്കും നമുക്ക് വരേണ്ടത്. പക്ഷേ ഇത് അരയാലാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇവിടെ ചോദിച്ചത് ദേശീയ നദി ഏതാണെന്നാണ്. നമുക്കറിയാം ദേശീയ നദി ഗംഗ എന്നതാണ്. നമ്മൾ ദേശീയ നദി, അതുപോലെ നമ്മളെ ദേശീയ മത്സ്യം, ദേശീയ പക്ഷി, അല്ലേ, മയിൽ, ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ ഇതിൻ്റെ നമ്മൾ ഇനി അടുത്ത വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഫേസ് 1ത്തെയും ഫേസ് 2ത്തെയും ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസേഷനാണ്. ആ അനലൈസിൽ നമ്മൾ പറയാൻ പോകുന്നത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള, ഇപ്പോൾ 26ാമത്തെ ചോദ്യവുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചോദിക്കാൻ സാധ്യതയുള്ള ഡീറ്റെയിൽ കാര്യങ്ങൾ വെച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ വരാവുന്നതാണ്. ഇപ്പോൾ ഞാൻ പറയുന്നത് ഫേസ് 1ലും ഫേസ് 2ലും സിമിലർ ആയിട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷനായ ആദ്യ മലയാളിയായിരുന്നു ഫേസ് 1ൽ ചോദ്യമെങ്കിൽ 29ാമത്തെ ഫേസ് 2ലെ 29ാമത്തെ ചോദ്യം എന്തായിരുന്നു അറിയോ? ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ ആദ്യ ചെയർമാൻ ആരായിരുന്നു എന്നാണ്. അത് രംഗനാഥ മിശ്രയായിരുന്നു. എന്നാൽ ഇവിടെ രംഗനാഥ മിശ്ര ഉണ്ട്, കണ്ടോ, ഓപ്ഷൻ അത് അടുത്ത ചോദ്യമായിട്ട് വന്നു. ഓർത്തിരിക്കുക, ഇതുപോലെയാണ് PSC, ഇത് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. പ്രത്യേകം ഈ വീഡിയോ കാണുന്ന ആളുകൾക്ക് അത് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഒരു വീഡിയോ നിങ്ങൾക്ക് ചെയ്തത്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്നത് ഉത്തര മഹാസമതലമാണ്.
എന്നാൽ അതുപോലെ ആ ഫേസ് 1 ചോദിച്ച ഉത്തര മഹാസമുദ്രം ഉത്തരമായിട്ട് വന്നിരുന്നു. കണ്ടോ, ഈ ഡെക്കാൻ പീഠഭൂമി പിന്നീട് ഉത്തരമായിട്ട് വന്നു. പുതിയൊരു ചോദ്യം ഉണ്ടായിരുന്നു നമ്മളെ ഡെക്കാൻ പീഠഭൂമിയുടെ ചോദിച്ചിട്ടുണ്ട് ഫേസ് 2 ഞാനത് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഡെക്കാൻ പീഠഭൂമി വിന്ധ്യയുടെ അവിടെ മുതൽ നമ്മുടെ കന്യാകുമാരി വരെ നിലനിൽക്കുന്ന ഒരു പീഠഭൂമി ഏത് എന്ന് ചോദിക്കുന്നത് ഞാനത് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. പക്ഷെ നമുക്ക് അടുത്ത വീഡിയോയിൽ അത് കാണാൻ പറ്റും. ഇവിടെ ചോദ്യം ഫേസ് 1 ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടൽ എന്നറിയപ്പെടുന്ന പ്രദേശം ഏത് എന്നാണ്. അത് ഉത്തര മഹാസമുദ്രമായിരുന്നു. അത് ഉത്തരമായി വരുന്ന ഫേസ് 2 ചോദ്യമായിരുന്നു സിന്ധു ഗംഗ ബ്രഹ്മപുത്ര നദികളുടെ എക്കൽ നിക്ഷേപങ്ങൾ മൂലം രൂപപ്പെട്ട ഭൂവിഭാഗം ഉത്തര മഹാസമുദ്രം. ഇത് ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ്. ഇതാ ഇവിടെ കാണാൻ പറ്റും നിങ്ങൾക്ക്. കണ്ടോ, ഇതാണ് സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലം. കണ്ടോ, എക്കൽ മണ്ണ് ഇവിടെ നിന്നാണ് ചോദ്യം. അതുപോലെ കണ്ടോ, ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടും. അടുത്ത പ്രാവശ്യം ചിലപ്പോൾ ചോദിക്കാവുന്നതാണ്. ലോകത്തിലെ ഏറ്റവും ജനനിബിഡമായ പ്രദേശങ്ങളിൽ ഒന്ന് ഉത്തര മഹാസമുദ്രമാണ്. ഇതിൻ്റെ ഡീറ്റെയിൽ സ്റ്റഡിയും നമ്മളൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. എനിവേ നിങ്ങൾ ചോദ്യം വന്നത് എവിടെ നിന്നാണെന്ന് മനസ്സിലാക്കുക. SCERT ബേസ്ഡ് തന്നെയാണ് എല്ലാം. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടൽ എന്നറിയപ്പെടുന്ന പ്രദേശം ഫേസ് 1 ചോദിച്ചെങ്കിൽ ഫേസ് 2 സിന്ധു ഗംഗ ബ്രഹ്മപുത്ര നദികളുടെ എക്കൽ നിക്ഷേപങ്ങൾ മൂലം രൂപപ്പെട്ട ഭൂവിഭാഗം എന്നതാണ്. ഉത്തര മഹാസമുദ്രമാണ് രണ്ടിനും ഉത്തരമായിട്ട് വന്നിരുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. പാരമ്പര്യ ഊർജ്ജ സ്രോതസ്. ഇവിടെ ചോദിച്ചത് പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സാണ്. അതായത് പാരമ്പര്യമായിട്ട് പാരമ്പര്യമായിട്ട് ഉപയോഗിക്കുന്ന സ്രോതസ് ഏതെന്നാണ്. നമ്മൾ LPG ആണ്. കാറ്റിൽ നിന്നുള്ള ഊർജ്ജം, സൗരോർജ്ജം, തിരമാലയിൽ നിന്നുള്ള ഊർജ്ജമൊക്കെ നമ്മൾ പിന്നീട് ഉപയോഗിക്കാൻ തുടങ്ങിയതാണ്. ഓക്കെ, എന്നാൽ ഇവിടെ നമ്മൾ പറയുന്ന താഴെ തന്നിട്ടുള്ളതിൽ നിന്നും ശരിയായ പാരമ്പര്യേതര കണ്ടോ, ഇവിടെ പാരമ്പര്യേതരമാണ്. വ്യത്യാസം വന്നു. ഇവിടെ പാരമ്പര്യം ചോദിച്ചെങ്കിൽ പക്ഷേ ഈ ഒരു പ്രോബ്ലം ഉണ്ട്. LPG തന്നെയാണ് നമ്മൾ സാധാരണ ക്വസ്റ്റ്യനിലൊക്കെ കൊടുത്തിട്ടുള്ളത്. LPG തന്നെയാണ്. പക്ഷേ ഇവിടെ കൊടുത്തു നോക്കൂ, പാരമ്പര്യേതര എന്നതാണ്. ഇവിടെ സൗരോർജ്ജം പാരമ്പര്യേതമാണ്. സൗരോർജ്ജം ഇവിടെ പ്രത്യേകം വന്നു. ദെൻ കാറ്റിൽ നിന്നുള്ള ഊർജ്ജം പാരമ്പര്യേതമാണ്. കണ്ട, ഈ ഓപ്ഷൻസ് എല്ലാമാണ് ഇവിടെ. അപ്പോൾ 1, 2, 3 ആയിരുന്നു പാരമ്പര്യേതരം. നോക്കൂ എന്ത് സിമിലർ ആയുള്ള ചോദ്യങ്ങളാണ് ഫേസ് 1 ഫേസ് 2 വന്നത്. ഇത് ഫേസ് 1, ഇത് ഫേസ് 2. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഇത് വളരെ സിമിലർ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. തെർമോമീറ്റർ അളക്കുന്ന ഭൗതിക അളവ് ഊഷ്മാവായിരുന്നു. അതായത് തെർമോമീറ്റർ കൊണ്ട് ഊഷ്മാവ് അളക്കുന്നു. എന്നാൽ ഇവിടെ ചോദിച്ച് ഊഷ്മാവ് അളക്കുന്ന ഒരു യൂണിറ്റ് എന്നാണ്. അത് കെൽവിനാണ്. ഓക്കെ, ചോദ്യം നോക്കൂ. ഈ ഡൈനും നമുക്കൊരു ചോദ്യമായിട്ട് വരാവുന്ന സാധ്യതയുണ്ട്. അപ്പോൾ പ്രത്യേകം ഓർക്കുക. നമ്മൾ ഇതിൻ്റെ സിമിലാരിറ്റി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോ ചെയ്യുന്നുണ്ട്. എനിവേ, അപ്പോൾ ഫേസ് 1 54-ാമത്തെ ചോദ്യം തെർമോമീറ്റർ അളക്കുന്ന ഭൗതിക അളവ് ഊഷ്മാവ്. എന്നാൽ 80 ഊഷ്മാവ് അളക്കുന്ന ഒരു യൂണിറ്റ് അത് കെൽവിനായിട്ടാണ് വന്നിട്ടുള്ളത്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഇന്ത്യയിൽ ഭൗമോ താപോർജ പ്ലാന്റ്. ഇതായിരുന്നു ഫേസ് 1 ചോദ്യം. ഹിമാചൽ പ്രദേശിലെ മണിക്കരൺ എന്ന് പറയുന്ന ജിയോ തെർമൽ പ്ലാന്റ് ആയിരുന്നു ചോദ്യം. ഇങ്ങനെ ജിയോ തെർമൽ ചോദിച്ചാൽ എല്ലാവർക്കും എഴുതായിരുന്നു. പക്ഷേ ഇതിപ്പോൾ ഭൗമ താപോർജം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ജിയോ തെർമൽ ചോദിച്ചാൽ എല്ലാവരും എഴുതായിരുന്നു മണിക്കരനാണ്. പക്ഷേ ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഭൗമ താപോർജമാണ്. എന്നാൽ ഫസ്റ്റത്തെ ഫേസിൽ അതാണെങ്കിൽ രണ്ടാമത്തെ ചോദ്യം നോക്കൂ. മണിക്കരൺ എന്നുള്ളത് കാരനാണ്, മണിക്കരൺ എന്നാണ്. മണിക്കരൺ താപോർജ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്നാണ്. അത് ഹിമാചൽ പ്രദേശിലാണ്. നോക്കൂ, വളരെ സിമിലർ ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. പ്രത്യേകം ഓർക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. പ്രാചീന മലയാളം എന്ന കൃതിയുടെ രചയിതാവ് ചട്ടമ്പി സ്വാമികളാണ്. ചട്ടമ്പി സ്വാമികൾ ഉത്തരം വരുന്ന വേറൊരു ചോദ്യമാണ് അടുത്ത ഫേസ് 2 ചോദിച്ചിട്ടുള്ളത്. എന്താ ചോദിച്ചത്? ആദിഭാഷ എന്ന ഗ്രന്ഥം എഴുതിയത് അറിയുന്നതാണ്. ഉണ്ടോ? അപ്പോൾ നമ്മൾ അടുത്തതിൽ വാഗ്ബടാനെന്നെ പറ്റി പഠിക്കണം, കുമാരനാശനെ പറ്റി പഠിക്കണം, കുമാര ഗുരുദേവനെ പറ്റി പഠിക്കണം, അയ്യങ്കാളിനെ പറ്റി പഠിക്കണം, അയ്യപ്പനെ പറ്റി. അടുത്തത് മിക്കവാറും അയ്യപ്പനെ പറ്റിയിട്ടായിരിക്കും ചോദിക്കുന്നത്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഫേസ് 1 ചോദിച്ച 68-ാമത്തെ ചോദ്യം 1936 ഇലക്ട്രിസിറ്റി സമരം സംഘടിപ്പിച്ച സ്ഥലമാണ്. സംഘടിപ്പിക്കപ്പെട്ട സ്ഥലം തൃശ്ശൂരാണ്. അതേ ചോദ്യം ഇവിടെ ചോദിച്ചു നോക്കൂ. ഇലക്ട്രിസിറ്റി പ്രക്ഷോഭം നടന്നത് എവിടെ? തൃശ്ശൂർ 1936. ഉണ്ടോ? ഈ വീഡിയോ കാണുന്ന ആളുകൾക്ക് മനസ്സിലാവും എത്രത്തോളം ക്വസ്റ്റ്യൻസ് ആണ് ഫേസ് 1 ഫേസ് 2 വന്നിട്ടുള്ളത് എന്നുള്ളത്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമായി കൂട്ടിച്ചേർത്ത ഭേദഗതി ഏത് എന്നായിരുന്നു ഇവിടെ ചോദ്യം. 75-ാമത്തെ 42 എന്ന് തന്നെയായിരുന്നു. ഇതേ ചോദ്യം തന്നെയായിരുന്നു. ഇവിടെ മൗലിക കടമകളായിരുന്നു, ഇവിടെ മൗലിക ചുമതലകളായി എന്ന് മാത്രം. കടമകളും ചുമതലകളും ഒന്ന് തന്നെയാണ്. നോക്കൂ എന്താ ചോദ്യം. 75-ാമത്തെ ചോദ്യമായിരുന്നു 25. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഫേസ് 1 ചോദ്യം 75-ാമതായിരുന്നു, ഫേസ് 2 24 ചോദ്യം അതായിരുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് പോയി നോക്കാം. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി നോക്കൂ. ഏറ്റവും വലിയ ജലവൈദ്യുതി ഇടുക്കി. അതുപോലെ തന്നെ ചോദ്യം 44-ാമത്തെ ചോദ്യം. ഇത് 77-ഉം ഇത് 44-ഉം. ഫേസ് 2 44-ാമത്തെ ചോദ്യം. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏത്? ഇടുക്കി. ഇവിടെ കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുതി ഇടുക്കി. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. കേരളത്തിലെ നദികളിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദി. എന്നാൽ ഇവിടെ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. ഇവിടെ കിഴക്കോട്ട് ഒഴുകുന്ന നദി കബനി. വേറെ ഏതൊക്കെയായിരുന്നു? ഭവാനി, പാമ്പാർ. ഇതൊക്കെ അല്ലായിരുന്നു നമ്മളെ ചോദ്യങ്ങൾ. ഭവാനി, പാമ്പാർ അല്ലേ? പിന്നെ പാമ്പാർ.
ഇത് രണ്ടുമായിരുന്നു കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ. ഓക്കെ അല്ലേ, കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ. എന്നാൽ ഇവിടെ ചോദിച്ചു നോക്കൂ, ഇവിടെ ചോദിച്ചത് എന്താ? കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി എന്നാണ്. അത് പെരിയാറാണ്. പക്ഷേ ആ പെരിയാറിൽ നമുക്കൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു ഇവിടെ, കണ്ടോ? കബനി. ഈ കബനിയായിരുന്നു ഇവിടെ ചോദ്യം വന്നിട്ടുള്ളത്, കണ്ടോ? കബനി ഇവിടെ കണ്ടോ, പെരിയാർ ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഈ പെരിയാർ ഓപ്ഷനാണ് പിന്നീട് എന്തായി മാറിയത്? ഇവിടെ പെരിയാർ ഓപ്ഷൻ ഉണ്ടായിരുന്നത് പിന്നീട് എന്തായി മാറി? ഇത് മാറിയിട്ട് ഇവിടെ പെരിയാർ ആൻസറായി മാറി. ഫേസ് 2 അത് ആൻസറായി മാറുകയും ചെയ്തു. ഓക്കെ, ഇങ്ങനെയാണ് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളത്. ഫേസ് 1 78ാമത്തെ ചോദ്യം അതിൻ്റെ അടുത്ത ഒരു ഓപ്ഷൻ ആയിരുന്നു പിന്നീട് വന്ന ചോദ്യം. ഫേസ് 2 ഒരു ചോദ്യം അതേതായിരുന്നു? കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി, അത് 244 കിലോമീറ്റർ നീളമുള്ള പെരിയാർ. ഇതിലേതെങ്കിലും ഒരു ഓപ്ഷൻ ആയിരിക്കും അടുത്ത ഭാഗം ചോദിക്കാവുന്നത്, നമ്മുടെ ഭാഗ്യത്തിനനുസൃതമായിട്ട്. ഓക്കെ, അടുത്ത ചോദ്യം കൂടി നമുക്ക് നോക്കാം. കേരളത്തിലെ പക്ഷി സങ്കേതങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത് എന്നാണ്? തട്ടേക്കാടും മംഗളവനവും ചൂലന്നൂരും എന്തായിരുന്നു? പക്ഷി സങ്കേതങ്ങളാണ്. ഒരു വന്യജീവി സങ്കേതമായിട്ടാണ് ചിന്നാർ വരുന്നത്. ഓക്കെ, കേരളത്തിലെ പക്ഷി സങ്കേതങ്ങളിൽ ഉൾപ്പെടാത്തത് എന്നാണ്. എന്നാൽ അടുത്ത ചോദ്യം മംഗളവനം. ഇവിടെ ഓപ്ഷൻ ആയിരുന്ന മംഗളവനം ആൻസർ ആയിട്ട് അടുത്ത ചോദ്യം വന്നു. കേരളത്തിൻ്റെ ഹരിത ശ്വാസകോശം എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം ഏത് എന്ന് നോക്കൂ. കേരളത്തിൻ്റെ ഹരിത ശ്വാസകോശം എന്നറിയപ്പെടുന്നത് അത് മംഗളവനമാണ്. കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടും, അതൊക്കെയാണ് അറിഞ്ഞപ്പെടുന്നത്. നോക്കൂ, എന്നാൽ ഇവിടെ ഒരു ചിന്നാർ വന്യജീവി കണ്ടോ? ഇവിടെ സിമിലാരിറ്റി കണ്ടോ? അപ്പോൾ ഫേസ് 1 ചോദ്യം കേരളത്തിലെ പക്ഷി സങ്കേതങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത് എന്നായിരുന്നു. അത് ഡി ആയിരുന്നു ആൻസർ അവിടെ. എന്നാൽ കേരളത്തിൻ്റെ ഹരിത ശ്വാസകോശം എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം എന്നത് ഇവിടെ ഫേസ് 2 ഒരു ചോദ്യമായിരുന്നു, അത് മംഗളവനമാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ്. അപ്പോൾ ഏകദേശം നമുക്ക് ഒരു 10-28ഓളം ചോദ്യങ്ങൾ ഞാനിപ്പോൾ നിങ്ങളോട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവും. ഏകദേശം സിമിലറായിട്ട് വന്നിട്ടില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അടുത്ത എക്സാം വരുമ്പോഴേക്കും നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട ഫാക്ട്സുകൾ നിങ്ങൾ ചിലപ്പോൾ ടെക്സ്റ്റ് ബുക്കൊക്കെ അന്വേഷിച്ച് കണ്ടെത്താൻ പ്രയാസം ഉണ്ടായിരിക്കും. പക്ഷെ എന്നാലും പറ്റാവുന്നിടത്തോളം അത് ചെയ്യുക. നമ്മൾ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്, ഫേസ് 1ഉം ഫേസ് 2ഉം അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ട് SCERT ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെ നമ്മൾ ചെയ്യുന്നുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ ചെയ്യും. അടുത്ത എക്സാമിന് മുന്നേ തന്നെ നമ്മളത് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും നന്നായിട്ട് പഠിക്കുക. അടുത്ത എക്സാം എഴുതുന്ന എല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു.